Hello everyone, welcome to the new video which is on hydroelectric power generation. So what is this hydroelectric power generation and hydroelectric power station or power plant? A generating station which utilizes the potential energy of water at a very high level for generation of electrical energy is called a hydroelectric power station or power plant. Generally, they are located in hilly areas where dams can be built conveniently and large water reservoirs can be obtained. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് യൂസിങ് ടർബൈൻസ്. സോ അപ്പോൾ അത് നോർമലി ക്രിയേറ്റ് ചെയ്യുന്നത് ഹില്ലി ഏരിയസിലായിരിക്കും. അവിടെ ഡാംസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് റിസർവോയർ ഉണ്ടാക്കി അതിൽ നിന്ന് വാട്ടർ ഹൈ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് താഴേക്ക് ടർബൈനിലേക്ക് കടത്തി വിടുകയാണ്. കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റി അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വരുന്നത്. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഒരു ഡാം ഉണ്ടായിരിക്കും. ഡാമിൻ്റെ ഇപ്പുറത്തുള്ള വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള തന്നെയാണ് റിസർവോയർ എന്ന് പറയുന്നത്. അത് നമ്മളൊരു പാത്തിലൂടെ കൊണ്ടുവന്നിട്ട് ടർബൈനിൽ ഫോളോ ചെയ്യിച്ചിട്ട് ആ ടർബൈൻ കറക്കി അവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന എനർജി സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ലൈൻ വഴി നമ്മൾ യൂട്ടിലിറ്റിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതായത് വാട്ടർ ഹെഡ് ഈസ് ക്രിയേറ്റഡ് ബൈ കൺസ്ട്രക്ടിങ് എ ഡാം അക്രോസ് റിവർ ഓർ ലേക്ക്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണം റിവറിനോ ലേക്കിനോ അക്രോസ് ആയിട്ട്. എന്നിട്ട് വാട്ടർ ഹെഡ് ഉണ്ടാക്കുക. വാട്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഹെഡിൽ ഉയരത്തിൽ നിർത്തിയിട്ട് പൊട്ടൻഷ്യൽ എനർജി പിന്നീട് നമ്മളത് താഴേക്ക് റൺ ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കൈനറ്റിക് എനർജി ആയിട്ട്. സോ ഫ്രം ദ ഡാം വാട്ടർ ഈസ് ലെഡ് ടു എ വാട്ടർ ടർബൈൻ. സോ ഒരു വാട്ടർ ടർബൈനിലേക്ക് കൊണ്ടുവരും. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അത് പറയാം. So the water turbine captures the energy in the falling water and changes the hydraulic energy into mechanical energy. So a hydraulic energy in a potential energy in a mechanical energy at the shaft ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും? The turbine drives the alternator which converts the mechanical energy into electrical energy. ഈ ടർബൈൻ എന്ന് പറയുന്നത് എന്തിനായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും? ഒരു ജനറേറ്ററിനായിട്ട് അതിൻ്റെ ഷാഫ്റ്റ് വഴി കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. സോ ജനറേറ്ററിൻ്റെ ആർമേച്ചറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണതാണ് ഇവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് നോ ഫ്യൂവൽ ആസ് വാട്ടർ ഈസ് യൂസ് ഫോർ ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. Second one is it is quite neat and clean as no smoke or ash is produced. Then it requires small running charges. Running charges comparatively കുറവാണ് because water is the source of energy which is available free of cost. Then it is comparatively simple in construction and requires less maintenance. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്. And it does not require a ലോങ് സ്റ്റാർട്ടിങ് ടൈം വേണ്ട. ബാക്കി ഇപ്പോൾ സ്റ്റീം പവർ സ്റ്റേഷനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫാക്ട് സച്ച് പ്ലാന്റ്സ് ക്യാൻ ബി പുട്ട് ഇൻ സർവീസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ റോബസ്റ്റ് ആൻഡ് ഹാസ് ലോങ്ങർ ലൈഫ്. ആൻഡ് സച്ച് പ്ലാന്റ്സ് സെർവ് മെനി പർപ്പസസ്. അതായത് ഇത് ജസ്റ്റ് ജനറേഷൻ മാത്രമല്ല, അഡീഷണൽ പർപ്പസുകളും ഉണ്ട്. ഇറിഗേഷൻ, കൺട്രോളിങ് ഓഫ് ഫ്ലഡ്, ഇതിലൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Then although such plants require the attention of highly skilled person at the time of construction, yet for operation a few experienced persons may do the job well. അതായത് കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഏറ്റവും ഇതിൻ്റെ സ്കില്ലി ലേബേഴ്സ് ആവശ്യം വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൺ ചെയ്യാൻ അത്രത്തോളം സ്കില്ലായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യം വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇത്ര അഡ്വാൻറ്റേജുകൾ ഉണ്ടെങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഇതിന് വരുന്നുണ്ട്. സോ ഇതിലത്തെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാം. സോ ഒരു ഡാം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് അത്യാവശ്യം കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ദെൻ ദർ ഈസ് അൺസർട്ടനിറ്റി അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഡ്യൂ ടു ഡിപ്പെൻഡൻസ് ഓൺ വെതർ കണ്ടീഷൻ. സോ നമുക്ക് വി കനോട്ട് ബി ദാറ്റ് ഷുവർ അബൌട്ട് ദ വെതർ. ഇപ്പോൾ എപ്പോഴും വാട്ടർ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്, റെയിൻ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദർ ഈസ് ഓൾവേസ് സം അൺസർട്ടനിറ്റി റിലേറ്റഡ് വിത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ. ദെൻ സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ് ഹാൻഡ്സ് ആർ റിക്വയർഡ് ടു ബിൽഡ് ദ പ്ലാന്റ്. സോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത്രയും ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ വേണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആൻഡ് ഇറ്റ് റിക്വയർസ് ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആസ് ദ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹില്ലി ഏരിയാസ് വിച്ച് ആർ ക്വൈറ്റ് അവേ ഫ്രം ദ കൺസ്യൂമേഴ്സ്.
സോ ട്രാൻസ്മിഷൻ ലൈൻ ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഇഷ്യൂ വരുന്നത്. ലോക്കലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് അല്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. നൗ കമ്മിങ് ടു ദ സ്കീമാറ്റിക് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. സോ ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു വർക്കിംഗ് മോഡൽ എന്നുള്ള പോലെ കാണിച്ചിട്ടുള്ളത്. സോ അത് നമുക്ക് അതേപോലെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഈ ഒരു സ്കീമാറ്റിക് ആണ് ഇപ്പോൾ എക്സാം ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കുന്നത്. സോ അതിലെ മെയിനായിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ സ്കീമാറ്റിക്കിൽ കാണിച്ചിട്ടുണ്ട്. സോ ഏറ്റവും മേലെ ഇതാണ് നമ്മുടെ റിസർവോയർ, ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ ഡാമിൻ്റെ അവിടെ നിന്നൊരു പ്രഷർ ചാനൽ വഴിയാണ് വാട്ടർ പുറത്തേക്ക് വരുന്നത്. സോ അത് ഇങ്ങോട്ട് വാൾ ഹൗസിലേക്കാണ് വരുന്നത്. ആ വാൾ ഹൗസിന് തൊട്ട് മുന്നായിട്ട് ഒരു സർജ് ടാങ്ക് ഉണ്ടായിരിക്കും ഈ പ്രഷർ ചാനലിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. എന്താണ് സർജ് ടാങ്ക്, അതിൻ്റെ യൂസ് എന്താണെന്ന് പറയാം. സോ അത് എത്തുന്നത് ഒരു വാൾ ഹൗസ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വരുന്ന വാട്ടറിൻ്റെ. ഇവിടെ നിന്ന് അതൊരു പെൻ സ്റ്റോക്ക് വഴിയാണ്. പെൻ സ്റ്റോക്ക് ഒന്നൊന്നായിരിക്കില്ല, കുറേ ഉണ്ടായിരിക്കാം. എത്ര ടർബൈൻ അല്ലെങ്കിൽ ജനറേറ്റർ ഉണ്ടായതിനനുസരിച്ച് പെൻ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. സോ പെൻ സ്റ്റോക്ക് വഴിയാണ് പവർ ഹൗസിലേക്ക് എന്തെത്തുന്നത്, വാട്ടർ എത്തുന്നത്. ഫ്രം ഈ ഹൈ ഹെഡിൽ നിന്ന് പ്രഷർ ചാനൽ വഴി വന്നു, വാൾ ഹൗസിൽ നിന്ന് കടന്ന് പെൻ സ്റ്റോക്ക് വഴി പവർ ഹൗസിൽ എത്തുന്നു. അവിടെ ടർബൈനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് കിട്ടുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിനെ ടെയിൽ റേസ് എന്നാണ് പറയുക. ഈ പുറത്തേക്ക് പോകുന്ന വാട്ടറിനെ ടെയിൽ റേസ് എന്നാണ് പറയുക. ഓക്കെ, ഇത് ഇൻടേക്ക്. ഇതാണ് ബേസിക് സ്കീമാറ്റിക് എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സ്കീമാറ്റിക് ഒന്നുകൂടിയും അതേപോലെ കാണിച്ചിരിക്കുന്നു. ഇതിൽ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ഓർ ലേക്ക് ആൻഡ് വാട്ടർ ഫ്രം ദ കാച്ച്മെൻറ്റ് ഏരിയ കളക്ട്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഡാം ടു ഫോം റിസർവോയർ. സോ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന വാട്ടർ കളക്ട് ചെയ്തിട്ട് അവിടെ ഡാമിനെ പുറത്തായിട്ട് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഒരു റിസർവോയർ ഫോം ചെയ്തിട്ടുണ്ടാവും. ദെൻ എ പ്രഷർ ടണൽ ഈസ് ടേക്കൺ ഓഫ് from the reservoir and water is brought to the wall house at the start of the penstock. അപ്പോൾ പ്രഷർ ചാനൽ വഴി വാൾ ഹൗസിൽ എത്തി നിൽക്കുന്നുണ്ടാവും. അവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പെൻ സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ വാൾ ഹൗസ് കണ്ടെയ്ൻസ് മെയിൻ സ്ലൂയിസ് വാൾ ആൻഡ് ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾസ്. രണ്ട് വാൾവുകളാണുള്ളത്, സ്ലൂയിസ് വാളും ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾവും. ഇനി അതിലെ സ്ലൂയിസ് വാൾവ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾസ് ദ വാട്ടർ ഫ്ലോ ടു ദ പവർ ഹൗസ്. പവർ ഹൗസിലേക്കുള്ള വാട്ടർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതാണ് സ്ലൂയിസ് വാൾവ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് സപ്ലൈ ഓഫ് വാട്ടർ വെൻ പെൻ സ്റ്റോക്ക് ബേർഡ്സ്. സോ പെൻ സ്റ്റോക്കിന് എന്തെങ്കിലും ബേർഡ്സ് ഇഷ്യൂസ് വരുമ്പോൾ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ലൂയിസ് വാൾവ്, ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾവ്. സ്ലൂയിസ് വാൾവ് ആണ് ഇതിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഫ്രം ദ വാൾ ഹൗസ് വാട്ടർ ഈസ് ടേക്കൺ ടു ദ ടർബൈൻ ത്രൂ എ ഹ്യൂജ് സ്റ്റീൽ പൈപ്പ് നോൺ ആസ് പെൻ സ്റ്റോക്ക്. സോ ആ ഹ്യൂജ് സ്റ്റീൽ പൈപ്പിനെയാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരെണ്ണം ആയിരിക്കില്ല, എത്ര ടർബൈൻ ഉണ്ടോ എത്ര ജനറേറ്റർ ഉണ്ടോ അതിനനുസരിച്ച് അത്രയും പെൻ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ദ വാട്ടർ ടർബൈൻ കൺവേർട്സ് ഹൈഡ്രോളിക് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദ ടർബൈൻ ഡ്രൈവ്സ് ദ ആൾട്ടർനേറ്റർ വിച്ച് ഈസ് കപ്പിൾഡ് ത്രൂ എ ഷാഫ്റ്റ് ആൻഡ് ഇറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങും വരുന്നത്. ഇപ്പോൾ രണ്ടും കൂടിയിട്ട് ആ സ്കീമാറ്റിക് വെച്ച് പറയുകയാണെങ്കിൽ ഇതാണ് വരുന്നത്. ഇനി അതിലൊരു സാധനം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ, ഒരു സർജ് ടാങ്ക്. സോ എ സർജ് ടാങ്ക് ഓപ്പൺ ഫ്രം ദ ടോപ്പ് ആണ് ജസ്റ്റ് ബിഫോർ ദ വാൾ ഹൗസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ പെൻ സ്റ്റോക്ക് ഫ്രം ബേഴ്സ്റ്റിംഗ് ഇൻ കേസ് ദ ടർബൈൻ ഗേറ്റ് സഡൻലി ക്ലോസസ് ഡ്യൂ ടു ഇലക്ട്രിക്കൽ ലോഡ് ബീയിങ് ത്രോൺ ഓഫ്. അതായത് ചില കേസുകളിൽ നമുക്ക് പെട്ടെന്ന് ലോഡ് കുറയാം, ലോഡ് ഇല്ലാണ്ട് ആവാം. അപ്പോൾ നമുക്ക് അവിടെ പെട്ടെന്ന് ഒരു ഹൈ പ്രഷർ വരാം, ഒറ്റയടിക്ക് ഇത് വാട്ടർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ എടുത്തു വെക്കാൻ, ആ പ്രഷറിൻ്റെ വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന അഡീഷണൽ ഇത് വരുന്നത് പെട്ടെന്ന് വേണമെങ്കിൽ എങ്ങോട്ട് കയറിപ്പോക്കോളും, ഇങ്ങോട്ട് കയറിപ്പോക്കോളും. സർജ് വാൾവ് നമ്മൾ ജനറേഷൻ ആവശ്യം കുറഞ്ഞു, അപ്പോൾ ഇത് നമ്മൾ അടയ്ക്കുന്നതിനനുസരിച്ച് ഇവിടെ പ്രഷർ കൂടില്ല. അപ്പോൾ ആ കൂടുന്നത് ഇങ്ങോട്ട് കയറി പോയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സർജ് ടാങ്ക് വെച്ചിട്ടുള്ളത്. ശരിക്കും ഒരു പ്രഷർ കൺട്രോളിങ് മെക്കാനിസമാണ്. പ്രഷർ അവിടെ അബ്സോർബ് ചെയ്യണമെന്ന് മാത്രം. എന്താ, okay, and when the gate close there is a sudden stopping of water at the lower end of the penstock and consequently the penstock can burst like a paper log. ആ ഒരു ഇഷ്യൂ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് വെച്ചിട്ടുള്ളത്, സർജ് ടാങ്ക് അബ്സോർബ് ദിസ് പ്രഷർ സ്വിങ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ലെവൽ ഓഫ് വാട്ടർ. സോ അതാണ് അവിടുത്തെ സർജ് ടാങ്കിൻ്റെ മെയിനായിട്ട് ഉള്ള യൂസ് വരുന്നത്. സോ അതാണ് അവിടെ സർജ് ടാങ്ക് സെർവ് ചെയ്യുന്ന പർപ്പസ്. ഓക്കെ, സോ അതാണ് ബേസിക് സ്കീമാറ്റിക്. ഇനി ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എങ്ങനെയാണ് അതിൻ്റെ ചോയ്സ് ഓഫ് സൈറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്.
സോ അതിലെ ഫസ്റ്റ് വൺ എന്തായാലും തന്നെയാണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. സോ അതിലെ ഏറ്റവും മെയിൻ റിക്വയർമെൻറ്റ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് നോർമലി നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് എന്താ, സ്റ്റോറേജ് ഓഫ് വാട്ടർ. അപ്പോൾ രണ്ടാമത് സ്റ്റോറേജ് വേണം നമുക്ക്. അപ്പോൾ ആ പോസിബിലിറ്റിയും കൂടി നോക്കിയിട്ടാണ് നമുക്ക് അത് സെലക്ട് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ഇയർ വെള്ളം കിട്ടുന്ന ഏരിയ ആണോ, എത്രത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്നാണ് നമ്മളത് നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. അപ്പോൾ ലാൻഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാൻ ഷുഡ് ബി അവൈലബിൾ അറ്റ് റീസണബിൾ പ്രൈസ്. സോ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അതും ചൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റത്തെ മെയിൻ കാര്യം വരുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. So the site is selected for a hydroelectric plant should be accessible by rail and road so that the necessary equipment and machinery could be easily transported. അപ്പോൾ അത് മെയിൻലി സ്റ്റാർട്ടിങ് കേസിലേ വരുള്ളൂ. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഈ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൂടി നോക്കിയിട്ട് വേണം. റെയിൽ ആൻഡ് റോഡ് എളുപ്പം ഏതാണെന്നൊക്കെ നോക്കിയിട്ടും കൂടിയാണ് സൈറ്റ് ചൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് സൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ഫാക്ടേഴ്സ്: അവൈലബിലിറ്റി ഓഫ് വാട്ടർ, സ്റ്റോറേജ് ഓഫ് വാട്ടർ, കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ. Then constituents. So the constituents of a hydroelectric plants എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടിയതാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. അതിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നേരത്തെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ദെൻ വാട്ടർ ടർബൈൻസ്, ദെൻ തേർഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. സോ അതിലെ ഫസ്റ്റ് രണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സും വാട്ടർ ടർബൈൻസും. തേർഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ജനറേറ്റിംഗ് സൈഡിൽ വരുന്നതാണ്, നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. സോ അത് കൂടുതൽ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. സോ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, വാട്ടർ ടർബൈൻസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. സോ ഫസ്റ്റത്തെ കേസ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. സോ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ഏറ്റവും ഫസ്റ്റ് സംഭവം എന്താണെന്നുള്ളത്. അതായത് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്, ഡാം വെച്ചിട്ടാണ്. സോ ഫസ്റ്റത്തെ ഹൈഡ്രോളിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, ഡാം തന്നെയാണ്. സോ ഡാം ഈസ് എ ബാരിയർ വിച്ച് സ്റ്റോഴ്സ് വാട്ടർ ആൻഡ് ക്രിയേറ്റ്സ് വാട്ടർ ഹെഡ്. സോ ഡാം എന്ന് പറഞ്ഞ ഒരു ബാരിയറാണ്, അതോടെ തടയായിട്ട് നിൽക്കുകയാണ്. എന്തിനു സ്റ്റോർ ചെയ്യുന്നു, വാട്ടറിനെ സ്റ്റോർ ചെയ്ത് ഹൈ ഹെഡ് ഫോം ചെയ്യുന്നു. സോ ഡാം ഈസ് എ ബാരിയർ വിച്ച് സ്റ്റോർസ് വാട്ടർ ആൻഡ് ക്രിയേറ്റ്സ് വാട്ടർ ഹെഡ്. ആൻഡ് ഡാംസ് ആർ ബിൽഡ് യൂസിങ് കോൺക്രീറ്റ് ഓർ സ്റ്റോൺ മെഷീനറി, എർത്ത്, റോക്ക് ഫിൽ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യം, കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പണ്ടത്തെ കേസിലൊക്കെ ആണെങ്കിൽ എർത്ത്, റോക്ക് ഫില്ലൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ദ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോപ്പോഗ്രഫി ഓഫ് ദ സൈറ്റ്. സോ സൈറ്റിൻ്റെ ടോപ്പോഗ്രഫിയും കൂടി നോക്കിയിട്ടാണ് എങ്ങനത്തെ ടൈപ്പ് ഡാമാണ് ഉണ്ടാവുക എന്നുള്ളത്. മേസണറി ഡാം മേ ബി ബിൽഡ് ഇൻ എ നാരോ കാനിയൻ. ദ എർത്ത് ഡാം മേ ബി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ wide valley, and the type of dam also depends upon the foundation conditions. Okay, local materials and transportation available, occurrence of earthquakes and other hazards. So ഇതൊക്കെ കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഡാം ഏത് ടൈപ്പ് ആയിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തതാണ് സ്പിൽവേസ് എന്ന് പറയുന്നത്. സോ സ്പിൽവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലഡൊക്കെ വരാം. സോ അപ്പോൾ എന്തുണ്ടാവും, ദ ഫ്ലോ എക്സീസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ റിസർവർ. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി പെട്ടെന്ന് കൂടാം. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാവുന്നതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സച്ച് എ സിറ്റുവേഷൻ അറൈസസ് ഡ്യൂറിങ് ഹെവി റെയിൻഫോൾ ഇൻ ദ കാച്ച്മെൻറ്റ് ഏരിയ. സോ കാച്ച്മെൻറ്റ് ഏരിയയിൽ വാട്ടർ വെള്ളം അതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാച്ച്മെൻറ്റ് ഏരിയയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ വരുമ്പോൾ സർപ്ലസ് ഓഫ് വാട്ടർ നമുക്ക് കുറേ കിട്ടാം. സോ സർപ്ലസ് ഓഫ് വാട്ടർ ഫ്രം ദ സ്റ്റോറേജ് റിസർവോയർ നമുക്ക് അത് ഒഴിവാക്കി കളയണം ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതിനെ പറയുന്നതാണ് സ്പിൽ വേസ്. അതായത് സ്പിൽ വേസിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്പിൽ വേസും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് അഡീഷണൽ വരുന്നതിനെ ഒഴുക്കി കളയാൻ, അവിടെ പിടിച്ച് നിർത്താണ്ട് ഡാം നിറയ്ക്കാണ്ട് സേഫ്റ്റി പർപ്പസിന്. പിന്നെ വരുന്നതാണ് ഹെഡ് വർക്ക്സ്. സോ ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർഷൻ സ്ട്രക്ചേഴ്സ് അറ്റ് ദ ഹെഡ് ഓഫ് ആൻ ഇൻടേക്ക്. സോ കുറേ ഡൈവേർഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. സോ അത് ദേ ജനറലി ഇൻക്ലൂഡ് ബൂംസ് ആൻഡ് റാക്സ് ഫോർ ഡൈവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് ഡെബ്രീസ്, sluices for bypassing debris, and sediments and valves for controlling the flow of water to the turbines. And the flow of water into and through the headwork should be as smooth as possible to avoid head loss and cavitation. So അപ്പോൾ അതുകൊണ്ട് ഷാർപ്പ് കോർണേഴ്സും അബ്രപ്റ്റ് കോൺട്രാക്ഷൻസും ഒക്കെ അവിടെ ഒഴിവാക്കും നമ്മൾ ഹെഡ് വർക്ക്സിൽ. സോ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. ദെൻ സർജ് ടാങ്ക്. സോ ഓൾറെഡി പറഞ്ഞതാണ്, സർജ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തിനു തൊട്ട് മുന്നേ ആയിട്ടുള്ളതായിരിക്കും? നമ്മുടെ വാൾ ഹൗസിന് തൊട്ട് മുന്നേ ആയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്രഷർ വേരിയേഷൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ വരുന്നതാണ് എന്ത്? പെൻസ്റ്റോക്ക്. സോ പെൻസ്റ്റോക്സ് ആർ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ് വിച്ച് ക്യാരി വാട്ടർ ടു ദ ടർബൈൻസ്. വാൾ ഹൗസിൽ നിന്ന് ടർബൈനിലേക്ക് വാട്ടർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 3 ഇവിടെ കാണാം. 3 മീൻസ് എന്താ, 3 ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ 3 ടർബൈൻസ് ഉണ്ട്. സോ ആ ഒരു ക്ലോസ്ഡ് ഇതിനെ പറയുന്നതാണ് മെയ്ഡ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, സോ കോൺക്രീറ്റ് പെൻസ്റ്റോക്സ് ആർ സ്യൂട്ടബിൾ ഫോർ ലോ ഹെഡ്. ലോ ഹെഡ് ആണെങ്കിൽ കോൺക്രീറ്റ് പെൻസ്റ്റോക്ക് ആണ് ഉണ്ടാവുക. അതായത് ലെസ് ദാൻ 30 മീറ്റർ ഹെഡ് ആണെങ്കിൽ ആസ് ഗ്രേറ്റർ പ്രഷർ കോസസ് റാപ്പിഡ് ഡിറ്റോറിയേഷൻ ഓഫ് കോൺക്രീറ്റ്. സോ അതുകൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ 30 മീറ്ററിന്. സ്റ്റീൽ പെൻസ്റ്റോക്സ് ക്യാൻ ബി ഡിസൈൻ ഫോർ എനി ഹെഡ്. ദ തിക്നെസ് ഓഫ് ദ പെൻസ്റ്റോക്ക് ഇൻക്രീസസ് വിത്ത് ദ ഹെഡ് ഓഫ് ദ വർക്കിംഗ് പ്രഷർ. സോ പ്രഷർ വർക്കിങ്ങിനനുസരിച്ച് പ്രഷർ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഹെഡും കൂടുതൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു പെൻസ്റ്റോക്കിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസും. സോ അതിൽ വരുന്നത് ബട്ടർഫ്ലൈ വാൾവ്, എയർ വാൾവ്, സർജ് ടാങ്ക്, ഇതൊക്കെ കൂടിയിട്ടാണ് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സോ അഡീഷണൽ പ്രഷർ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എയർ വാൾ മെയിൻറ്റെയിൻസ് ദ എയർ പ്രഷർ ഇൻസൈഡ് ദ പെൻസ്റ്റോക്ക് ഈക്വൽ ടു ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ. എയർ പ്രഷർ ഇൻസൈഡും ഔട്ട്സൈഡും ഈക്വൽ ആക്കുന്നതാണ് എയർ വാൾവിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോബ് വരുന്നത്. ദാറ്റ് ഈസ് വെൻ വാട്ടർ റൺസ് ഔട്ട് ഓഫ് ദ പെൻസ്റ്റോക്ക് ഫാസ്റ്റർ ദാൻ ഇറ്റ് എൻറ്റേഴ്സ് എ വാക്വം ഈസ് ക്രിയേറ്റഡ് വിച്ച് മേ കോസ് ദ പെൻസ്റ്റോക്ക് ടു കൊളാപ്സ്. പെട്ടെന്ന് വാട്ടർ അവിടെ നിന്ന് സക്ക് ചെയ്യണത് പുറത്തേക്ക് പോകുന്നത് അവിടെ ഒരു വാക്വം വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർ വാൾവ് ഓപ്പൺസ് ആൻഡ് അഡ്മിറ്റ്സ് എയർ ഇൻ ദ പെൻസ്റ്റോക്ക് ടു മെയിൻറ്റെയിൻ ഇൻസൈഡ് എയർ പ്രഷർ ഈക്വൽ ടു ഔട്ട്സൈഡ് എയർ പ്രഷർ. സോ അതിന് വേണ്ടിയിട്ടാണ് അവിടെ എയർ വാൾവ് വെച്ചിട്ടുള്ളത്, വാക്വം ഒഴിവാക്കി ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് രണ്ടാമത്തെ പൊസിഷനാണ് വാട്ടർ ടർബൈൻസ്. സോ നമ്മൾ ആൾറെഡി പറഞ്ഞത് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ്. ഈ രണ്ടാമത്തെ ടർബൈൻസ് ആണ്. സോ ടർബൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ യൂസ് ടു കൺവേർട്ട് ദ എനർജി ഓഫ് ഫോളിംഗ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. സോ ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ടർബൈൻസ്. അത് 2 ടൈപ്പാണ് നോർമലി യൂസ് ചെയ്യുന്നത്, ഇമ്പൾസ് ടർബൈൻസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ. സോ അതിലെ ഫസ്റ്റത്തെ ടൈപ്പ് ഇമ്പൾസ് ടർബൈൻസ്. സോ ഇമ്പൾസ് ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ഹയർ ഹെഡ്സ്. ഹൈ ഹെഡിന് യൂസ് ചെയ്യുന്നതാണ് ഇമ്പൾസ് ടർബൈൻസ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ entire pressure of the water is converted into kinetic energy in a nozzle and velocity of the jet drives the wheel. സോ ഇതൊരു ഇതിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഫൈനലി ഇവിടെ ഒരു നോസിലാണ് ഉണ്ടാവുക. ആ നോസിൽ നിന്നാണ് ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തിലേക്ക് വിടുന്നത്. ഇപ്പോൾ ഇതൊരു പെൽറ്റൺ ടർബൈനാണ്, പെൽറ്റൺ വീലാണ് കാണിച്ചിട്ടുള്ളത്. ആ ടർബൈൻ്റെ ബക്കറ്റിലേക്ക് ഡയറക്റ്റ് വിടുന്നത് ഇങ്ങോട്ട് വന്ന് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിനെ കറക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു നോസിൽ നിന്ന് വന്നിട്ട് ആ നോസിൽ നിന്ന് വരുന്ന ആ പ്രഷറിലാണ് ഇതിനെ അവിടെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിലുണ്ടാവുന്നത് വീൽ ഫിറ്റഡ് വിത്ത് എലിപ്റ്റിക്കൽ ബക്കറ്റ്സ് അലോങ് ഇറ്റ്സ് പെരിഫറി എന്നാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ദ ഫോഴ്സ് ഓഫ് വാട്ടർ ജെറ്റ് striking the buckets on the wheel drives the turbine and the quantity of water jet falling on the turbines is controlled by needle or spear. ഇപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു നോസിൽ മാത്രമായിട്ട് കാണുള്ളൂ. അതിൻ്റെ ഉള്ളൊരു നീഡിൽ അല്ലെങ്കിൽ സ്പിയർ ഉണ്ടായിരിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഈ നോസിലിൻ്റെ ഉള്ളിലുള്ള ഒരു നീഡിൽ അല്ലെങ്കിൽ സ്പിയർ ആണ് അതിൻ്റെ ടിപ്പിൽ സ്പേസ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്നത്. സോ ദ മൂവ്മെൻറ്റ് ഓഫ് ദ നീഡിൽ ഈസ് കൺട്രോൾ ബൈ എ ഗവർണർ. സോ സ്പീഡ് ഗവർണർ ഉണ്ടായിരിക്കും. ലോഡിനനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ, ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്ന സ്പീഡ് ഗവർണർ ആണ് ആ നീഡിലിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് അതിൻ്റെ കൺട്രോൾ നടക്കുന്നത്. സോ അതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻസ് ആണ്. സോ റിയാക്ഷൻ ടർബൈൻസ് ആർ യൂസ് ഫോർ ലോ ആൻഡ് മീഡിയം ഹെഡ്സ്. ഇൻ എ റിയാക്ഷൻ ടർബൈൻ വാട്ടർ എൻഗേജ് ദ റണ്ണർ പാർട്ട്ലി വിത്ത് പ്രഷർ എനർജി ആൻഡ് പാർട്ട്ലി വിത്ത് വെലോസിറ്റി ഹെഡ്. സോ സ്പീഡും കൂടിയും അത് നേരത്തെ പോലെ ഒരു ഇതിൽ കൂടെ നേരെ വെറുതെ കടത്തി വിട്ട് നോസിൽ കൂടെ ഒറ്റടിക്ക് കടത്തി വിട്ടിട്ട് ഇതാക്കല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ ഡയഗണലായിട്ടും കൂടിയും മൂവ്മെൻറ്റ് വന്നിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ അത് 2 ടൈപ്പ് ഉണ്ട്. ഫ്രാൻസിസ് ടർബൈനും ഉണ്ട്, കപ്ലാൻ ടർബൈനും ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റത്തെ കാണിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിസ് ടർബൈൻ, രണ്ടാമത്തെയാണ് കപ്ലാൻ ടർബൈൻ. സോ ഇതിൽ വാട്ടർ വരുന്നതും ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയായിരിക്കും. So, the Francis turbine is used for low and medium heads
and it consists of an outer ring of stationary guide blades. So അതിൽ stationary guide blades ഉണ്ടായിരിക്കും അതിൻ്റെ outer ringൽ, and the guide blades control the flow of water to the turbine. Water flows radially inwards and changes to a downward direction while passing through the runner. As the water passes over the rotating blades of the runner, both pressure and velocity of the water are reduced. അപ്പോൾ ഇതിൽ നല്ല പ്രഷറിലും വെലോസിറ്റിയിലും വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രഷറും വെലോസിറ്റിയും റെഡ്യൂസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് കോസസ് എ റിയാക്ഷൻ ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് ദ കപ്ലൻ ടർബൈൻ. അപ്പോൾ അത് കാരണം അതിൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടായിട്ട് ആ റിയാക്ഷൻ ഫോഴ്സിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മെക്കാനിക്കലിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ പത്രത്തിനും ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയാനില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് നോക്കാം. അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് കപ്ലാൻ ടർബൈൻ. അത് ലോ ഹെഡ്സിനാണ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനാണ് ഉപയോഗിക്കുന്നത്. സിമിലർ ടു ഫ്രാൻസിസ് ടർബൈൻ തന്നെയാണ്, എക്സെപ്റ്റ് ദ റണ്ണർ ഓഫ് ദ കപ്ലാൻ ടർബൈൻ റിസീവ്സ് വാട്ടർ ആക്സിയലി. ആക്സിയലായിട്ടാണ് അതിലേക്ക് വാട്ടർ വരുന്നത് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ ലാസ്റ്റത്തെ വരുന്നത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മൾ തേർഡ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ആൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമർ, സർക്യൂട്ട് ബ്രേക്കർ, പിന്നെ അതേപോലുള്ള സ്വിച്ചിങ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസുമാണ്. സോ ഇത്രയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.